Hello friends, welcome to Sanjari Travel World. I am Abraham. We are in Bangalore. Bangalore we are meals. Kerala meals Andhra Meals. Andhra Meals is a special restaurant, Hotel Nandini. This is Hotel Nandini, DL Road, DL Road, MS Ramia College in the restaurant. So, I am Bangalore restaurant. Andhra Meals is a specialty. Andhra Biryani, 3 varieties of Kababs. But we have good food. Tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up. So, here is the table, the table, and set it. നല്ല ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. പോസിറ്റീവ് പോസിറ്റീവ് വൈബ്. പോസിറ്റീവ് വൈബ്സ് ആണ്. അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ആളാണ് ഉള്ളെത്തണം. നമ്മുടെ ഊണിൻ്റെ ആദ്യം തുടങ്ങുന്നത് ചപ്പാത്തി നിന്നാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ദാലുണ്ട്, അതുപോലെ തന്നെ സബ്ജിയുണ്ട്, പിന്നെ സാമ്പാർ, രസം, മോര്, പിന്നെ പപ്പടമുണ്ട്, വലിയ പപ്പടം. ഇപ്പോൾ ബിരിയാണി ഉണ്ട്, ബിരിയാണി നോക്കാം മതി. ഇത് ആന്ധ്ര ബിരിയാണിയാണ്, ആന്ധ്ര സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇനിയുണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞ് ഇനിയുണ്ട് ഇവിടെ കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. സാലഡ് നല്ലതാണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ? അതെ. അപ്പം ആന്ധ്ര മീൽസിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് ചപ്പാത്തിയാണ്. ആന്ധ്ര മീൽസിൻ്റെ റൈസാണ്, നല്ല അടിപൊളി റൈസാണ്. നല്ല വെള്ള പൂവെള്ള സോഫ്റ്റായിട്ടുള്ള ബസ്മതി റൈസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഇവർ ഒഴിക്കുന്നത് നെയ്യാണ് ഒഴിക്കുന്നത്, ഗീ ഒഴിക്കുന്നത്. ഇതൊരു പ്രത്യേകതയാണ്. ആന്ധ്ര മീൽസിൽ ആദ്യം ഗീ ഒഴിക്കും. ഗീ ഒഴിക്കും. പിന്നെ ഇവരുടെ ഒരു ചില പ്രത്യേക സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സ്പെഷ്യൽ പിക്കിൾസ് ഉണ്ട്, അതുപോലെ ഈ ഒരു പൊടിയുണ്ട്. इसको क्या बोलते हैं? ഗൺ പൗഡർ. ഇത് ഗൺ പൗഡറാണ്. ഇതും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഇത് ഗീയും ഇതും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഇത് ബോൺസ് നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ ആന്ധ്ര സ്റ്റൈൽ മീൽസ് കയറി കഴിക്കുക. പ്രത്യേകിച്ച് നന്ദിനിയിലാണ് ഏറ്റവും നല്ലൊരു മീൽസ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ചിക്കൻ കബാബുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇനി നെയ്യ് ഒഴിച്ചു ഗൺ പൗഡർ കൂട്ടി കഴിച്ച് നമ്മളിനി അതിൻ്റെ ഡാലും കൂട്ടി കഴിക്കുക. നമ്മുടെ നാട്ടിലെ ഈ പരിപ്പ് കറി പോലത്തെ കറിയാണ്. അപ്പോൾ അതും ഈ നെയ്യ് ഒഴിച്ച നല്ല പച്ചരിച്ചോറ് ഇതുകൂടെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. പറഞ്ഞറിയാൻ കഴിയുന്ന ടേസ്റ്റാണ്. പക്ഷെ പപ്പടം കൊണ്ട് കഴിക്കും. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ സ്പെഷ്യൽ കബാബ്.
അടിപൊളിയാണ്. ഇത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ കബാബാണെന്ന് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ എടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇത് ഒട്ടും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇത് പറഞ്ഞ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരം. ഇല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? ആ ചൂടാണ്, അടിപൊളി ചൂടല്ലേ? നല്ല ചൂടും നല്ല എന്താ പറയുക സ്മെല്ലുണ്ട്. നല്ല മണമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാണ്. എന്തായാലും കഴിക്കണം. നന്നായി. കബാബ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അടിപൊളി ചൂടാണ്, അടിപൊളി സൂപ്പർ കബാബ്. ബാംഗ്ലൂരോ കർണാടകയോ എവിടെ വന്നാലും ആന്ധ്ര മീൽസും കബാബും മറക്കാതെ കഴിക്കുക. അടിപൊളിയാണ്. ഇപ്പോൾ ഊണ് കഴിഞ്ഞാൽ പായസം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പായസമായിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി പായസം, അടിപൊളി. ഒന്നോടെ പറഞ്ഞല്ലോ. ഇവിടെ തൈരിൻ്റെ അകത്ത് നമുക്ക് ഷുഗർ ഇട്ട് തരും കണ്ടോ. അതിൻ്റെ അകത്ത് സ്പൂൺ ഇട്ട് തന്നു. പായസം ഒന്നോടെ പറഞ്ഞു. ആ ടേസ്റ്റ് കാരണല്ലേ? കൊള്ളാം, അടിപൊളി അടിപൊളി. കബാബും ബിരിയാണിയും എല്ലാം പൊളി. അപ്പം ഫുഡ് കഴിയുമ്പം ഒരു ബൗൾ വെള്ളവും നാരങ്ങയും കൊണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഈ ബാംഗ്ലൂർ വന്നവരൊക്കെ ഇതെന്തിനാണ് ചോദിക്കുമ്പോൾ നാരങ്ങ വെള്ളമെന്ന് പറയും. പക്ഷേ കുടിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ കൈ കഴുകാൻ, കയ്യിലുള്ള കളേഴ്സോ ഈ എണ്ണമയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞിട്ട് നമ്മുടെ നഖത്തിനടിയിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഇതിനകത്ത് തന്നെയാണ് ശരിക്കും ഇവിടെയുള്ളവർ കൈയും കഴുകുന്നത് വായും കഴുകുന്നതെല്ലാം ഇതിൻ്റെ അകത്താണ്. അടിപൊളിയല്ലേ? നല്ല ചൂടുവെള്ളം കേട്ടോ, വാം വാട്ടർ. കയ്യിലൊരു സ്മെല്ലും ഉണ്ടാകത്തില്ല. മീനൊക്കെ കഴിച്ചാലും ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല. അത് നല്ലൊരു സംഭവമാണ്. അപ്പം നന്ദിനി ഡീലക്സിലെ ആന്ധ്ര മീൽസും ആന്ധ്ര ബിരിയാണി കബാബും കിടുവാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു വിശാഖ ഫുഡൊക്കെ? അടിപൊളിയല്ലേ? അപ്പം അടിപൊളി ഫുഡായിരുന്നല്ലേ? അടിപൊളി ബിരിയാണി ആയിരുന്നു, അടിപൊളി ഊണായിരുന്നു, അതുപോലെ അടിപൊളി കബാബ്, അടിപൊളി പായസം, എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ലൊരു സ്ഥലത്താണ്. അപ്പം ബാംഗ്ലൂരിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക അല്ലേ? അതെ. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമ്മളോടൊപ്പം വൈശാഖ് ഉണ്ടായിരുന്നു. വൈശാഖ് ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. വിട പറയുകയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇവിടെ BPT പഠിക്കുകയാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഫൈനൽ ഇയർ ആണ്. അപ്പം ഈ വർഷം അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഡോക്ടർ വൈശാഖാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ടൊക്കെ വളരെ താല്പര്യമുള്ളതാണ്. വൈശാഖ് വളരെ വളരെ നന്ദി എല്ലാ സഹകരണത്തിനും, എല്ലാത്തിനും, എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരു നല്ല ശുഭഭാവി നേരുന്നു. ഓക്കെ, താങ്ക് യു.